ഇന്ന് ഞാനൊരു അറബി കഥയാണ് പറയാൻ പോകുന്നത്, ജൂതറിൻ്റെ കഥ. അപ്പോൾ പറയട്ടെ. പണ്ട് 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 അറേബ്യയിൽ ഒരു ഗ്രാമത്തിൽ ജൂതർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പയ്യനുണ്ടായിരുന്നു. അവനും അവൻ്റെ അമ്മയും തന്നെയാണ് വീട്ടിലെ താമസം. തൊട്ടടുത്ത വീട്ടിൽ അവൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളുടെ മക്കളുണ്ട്. ഇവൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് ഇവനും അമ്മയും വളരെ ബുദ്ധിമുട്ടിയായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ നല്ല നിലയിലാണ്. ആരും ഇവരെ സഹായിക്കുകയൊന്നുമില്ല. ഈ ജൂതറിനാണെങ്കിൽ എപ്പോഴും വിശപ്പാണ്, പലഹാരങ്ങൾ തിന്നണം. അവൻ്റെ അമ്മയാണെങ്കിൽ നല്ലൊരു പാചകക്കാരിയുമാണ്. അമ്മ ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് ജൂതറിന് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, അമ്മ പലഹാരം ഉണ്ടാക്കുന്ന മണം പുറത്തേക്ക് വന്ന ഉടനെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഈ ജൂതറിൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മക്കൾ കുറേ പേരുണ്ട്. അവരെല്ലാവരോടും ഓടി വന്നിട്ട് ഈ പലഹാരങ്ങളൊക്കെ തട്ടിപ്പറിച്ച് തിന്നുകയാണ്. ജൂതറിനൊന്നും കൊടുക്കില്ല. ജൂതറിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവരിങ്ങനെ വന്ന് തിന്നുമ്പോൾ ഒന്നും പറയാനും പറ്റില്ല. അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ജൂതറിന് കിട്ടാറുള്ളൂ. അമ്മയും മകനും ഒരു പരാതിയും പറഞ്ഞില്ല. അവരങ്ങനെ വളരെ ബുദ്ധിമുട്ടി ജീവിച്ചു പോന്നു. ജൂതറിനോട് എന്ത് പണിയെടുക്കാൻ പറഞ്ഞാലും അവൻ ചെയ്യും. ആരോടും ഒന്നും മറുത്ത് പറയാറില്ല. പക്ഷേ അവനങ്ങനെ വലിയ ജോലിയൊന്നും കിട്ടാറില്ല. ഒന്നാമതേ ചെറിയ പ്രായമാണ്, പിന്നെ വലിയ മിടുക്കൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജൂതറിൻ്റെ അമ്മ നല്ല പലഹാരങ്ങളുണ്ടാക്കി. പലഹാരത്തിൻ്റെ മണം ജനലിലൂടെ പുറത്തേക്ക് വന്നപ്പോഴേ തൊട്ടടുത്ത വീട്ടിലെ ഈ ജൂതറിൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ ഏറ്റവും മുതിർന്ന 2 കുട്ടികളുണ്ട്, കാസിമും വാസിമും. ഇവരാണ് ഈ കൂട്ടത്തിൽ മുതിർന്നവർ. അവരാണ് എപ്പോഴും ജൂതറിനെ ശല്യപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് കാസിമും വാസിമും കൂടെ ഓടി വന്നിട്ട് ഈ അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങൾ മുഴുവൻ ജൂതറിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അങ്ങ് തിന്നു കളഞ്ഞു. അവസാനം അമ്മ ബാക്കി വന്ന മാവ് കൊണ്ട് ചുട്ട ഒരൊറ്റ അപ്പം മാത്രമേ ജൂതറിന് കിട്ടിയുള്ളൂ. അതുകൊണ്ട് അവൻ്റെ വിശപ്പടങ്ങിയില്ല. അവനങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ട് അപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി. അപ്പോൾ ജൂതർ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ഞാൻ പോയി മീൻ പിടിച്ചുകൊണ്ട് വരാം. മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മ അതെനിക്ക് വറുത്ത് തന്നാൽ മതി, ഞാനത് തിന്ന് വിശപ്പടക്കിക്കോളാം. അങ്ങനെ അമ്മയുടെ യാത്ര പറഞ്ഞിട്ട് ഒരു വലയും എടുത്തുകൊണ്ട് ജൂതർ മീൻ പിടിക്കാൻ പോയി. അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ടൊരു തടാകമുണ്ട്. അവിടേക്കാണ് അവൻ മീൻ പിടിക്കാൻ പോയത്. അങ്ങനെ കുറേ ദൂരം അവന് നടന്നപ്പോൾ വഴിയിൽ ഒരാൾ വിത്ത് വിതയ്ക്കുന്നത് കണ്ടു. പാടത്ത് വിത്ത് വിതയ്ക്കുന്നു. അത് കണ്ടപ്പോൾ ജൂതറിന് വല്ലാതെ വിശന്നു. ജൂതർ ചോദിച്ചു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ ഗോതമ്പ് മണികൾ എറിഞ്ഞ് കളയുന്നത്? അതെനിക്ക് തരാമോ, ഞാൻ തിന്നോട്ടെ? ആ കൃഷിക്കാരൻ അവനെ കളിയാക്കി ചിരിച്ചു. അയാൾ പറഞ്ഞു, ഇത് വിത്താണ്, ഇത് തിന്നാനുള്ളതല്ല, ഇത് വിതയ്ക്കാനുള്ളതാണ്. ജൂതർ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നടന്നു. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ആകാശത്തുകൂടി കുറേ പക്ഷികൾ പറന്നു പോകുന്ന കണ്ടു. അപ്പോൾ ജൂതർ വിചാരിച്ചു, വല എറിഞ്ഞ് ആ പക്ഷികളെ ഒന്നിനെ പിടിക്കാമെങ്കിൽ തിന്നാലോ. അങ്ങനെ ജൂതർ ആകാശത്തേക്ക് വല എറിഞ്ഞു. പക്ഷേ വലയും അവനും കൂടി അവിടെ തലയും കുത്തി വീണു. പക്ഷികളെ ഒട്ട് കിട്ടിയതുമില്ല. ഒരു കല്ലിലുടക്കി വല അങ്ങ് മുറിയുകയും ചെയ്തു. പൊട്ടിയ വലയുമായിട്ട് ജൂതർ ആ തടാകത്തിൻ്റെ കരയിലേക്ക് പോയി. അവിടെ പോയി അവനങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അതുവഴി ഒരു മനുഷ്യൻ വന്നു. വിഷമിച്ചിരിക്കുന്ന ജൂതറെ കണ്ട് അയാൾ വിളിച്ചു, ജൂതറെ ജൂതറെ, എന്തിനാ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ജൂതർ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ പേരറിയാം? എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, ഞാൻ നിന്നെ ഒന്ന് കാണാൻ നോക്കിയിരിക്കുകയായിരുന്നു. നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ജൂതർ ചോദിച്ചു, എന്താ ഉപകാരം ചെയ്യേണ്ടത്, പറയൂ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് ഈ തടാകത്തിന് നടുക്ക് പോയെന്ന് വീഴണം, നീ എന്നെ പൊക്കിയെടുത്ത് ഈ തടാകത്തിന് നടുക്കോട്ടൊന്ന് എറിയാമോ? അപ്പോൾ ജൂതർ പറഞ്ഞു, അയ്യോ ഞാൻ എങ്ങനെ ചെയ്യും? നിങ്ങളൊരു വലിയ മനുഷ്യനല്ലേ, ഞാൻ എങ്ങനെ നിങ്ങളെ നടുക്ക് വരെ എറിയും? ഞാനൊരു ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിനക്ക് എന്തെങ്കിലും ഒരു വിദ്യ കിട്ടും. അപ്പോൾ ജൂതർ ആലോചിച്ചു. അപ്പോൾ അവൻ വിചാരിച്ചു, തൻ്റെ കയ്യിൽ ഒരു പൊട്ടിയ വലയുണ്ടല്ലോ, ഈ വലയിൽ ഇയാളെ കയറ്റിയിരുത്തിയിട്ട് വലിച്ച് ഊഞ്ഞാല് പോലെ ആട്ടാം. അപ്പോൾ അയാൾ തെറിച്ച് പോയി ആ തടാകത്തിൻ്റെ നടുക്ക് പോയി വീണോളും. ഈ ആശയം പറഞ്ഞപ്പോൾ അയാളും പറഞ്ഞു, കൊള്ളാം, ഇതൊരു നല്ല ആശയമാണ്, നീ അങ്ങനെ ചെയ്താൽ മതി. എന്നെ ഇങ്ങനെ നീ വലിച്ചു വിടുമ്പോൾ ഞാൻ തടാകത്തിൻ്റെ നടുക്ക് പോയി വീഴും, ഞാൻ മുങ്ങിപ്പോവും. ഞാൻ പൊങ്ങി വരുന്നുണ്ടോ നീ നോക്കണം. ഞാൻ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ നീ ചന്തയിലേക്ക് പോകണം. അപ്പോൾ അവിടെ കരീം എന്ന പേരുള്ളൊരു കച്ചവടക്കാരനുണ്ട്, അയാളെ പോയി കണ്ടുപിടിക്കണം. എന്നിട്ട് നീ ജൂതറാണെന്ന് അയാളോട് പറയണം. അപ്പോൾ അയാൾ നിന്നോട് ചോദിക്കും, ആ മന്ത്രവാദി എവിടെയെന്ന്. അപ്പോൾ ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി, നീ പറഞ്ഞാൽ മതി, അയാൾ നിനക്ക് വേണ്ടത് തന്നോളും. ഞാൻ കരയിലേക്ക് തിരിച്ച് കയറി വരികയാണെങ്കിൽ നിനക്കുള്ള പ്രതിഫലം ഞാൻ തന്നേനെ, പക്ഷെ ഞാൻ വെള്ളത്തിന് തിരികെ വന്നില്ലെങ്കിൽ നിനക്ക് പ്രതിഫലം വാങ്ങാനതേ ഉള്ളൂ മാർഗം. അങ്ങനെ ജൂതർ ഇയാൾ പറഞ്ഞ് സമ്മതിച്ചു. 2 ഈന്തപ്പനകൾക്കിടയിലായിട്ട് അവൻ തൻ്റെ വല വലിച്ചു കെട്ടി. എന്നിട്ട് ഈ മനുഷ്യനെ അതിൽ കയറ്റി ഇരുത്തിയിട്ട് നല്ല ആയത്തിൽ ഒറ്റ തള്ളു വെച്ചു കൊടുത്തു. വലയിൽ നിന്ന് തെറിച്ച് അയാൾ തടാകത്തിന് നടുക്ക് പോയി വീണു. അയാൾ വെള്ളത്തിനുള്ളിലേക്ക് മുങ്ങി മുങ്ങി പോകുന്നു നോക്കി ജൂതർ അവിടെ നിന്നു. കുറേ നേരം നിന്നു, പക്ഷേ അയാൾ കരയിലേക്ക് തിരിച്ചു വന്നില്ല. ജൂതർ നേരെ ചന്തയിലേക്ക് പോയി അവിടെ ചെന്ന് കരീം എന്ന് പറയുന്ന ആളെ കണ്ടുപിടിച്ചു.
കരീമിനോട് ചെന്ന് പറഞ്ഞു, ഞാൻ ജൂതറാണ്, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയ ഒരു മന്ത്രവാദി, പിന്നെ തിരിച്ചു വന്നില്ല എന്ന് ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ആ കരീം പറഞ്ഞു, അത്യാഗ്രഹികൾക്ക് ഇങ്ങനെയൊക്കെ പറ്റും, അവനോട് ഞാൻ പറഞ്ഞതാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോകണ്ടെന്ന്, എന്തായാലും നിനക്കുള്ള പ്രതിഫലം ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവന് ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു. അത്ര പ്രതിഫലം ഒന്നും ജൂതർ പ്രതീക്ഷിച്ചിരുന്നതേ ഇല്ല. അവന് വലിയ സന്തോഷമായി. അവൻ വയറ് നിറയെ ഭക്ഷണം വാങ്ങിക്കഴിച്ചു. കുറേ സാധനങ്ങൾ വീട്ടിലേക്കും വാങ്ങി സന്തോഷത്തോടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയ്ക്കും വലിയ സന്തോഷമായി. അമ്മ മകനോട് ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാണ് ഈ പണം കിട്ടിയത്? താൻ എന്താ നടന്നതെന്ന് പറഞ്ഞാൽ അമ്മ വിശ്വസിക്കില്ല എന്ന് അറിയാവുന്നവനെ ഒന്നും പറഞ്ഞില്ല. താൻ മീൻ പിടിച്ച് കിട്ടിയ പണമാണ് എന്നാണ് അവൻ അമ്മയോട് പറഞ്ഞത്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ജൂതർ വീണ്ടും പുതിയൊരു വലയൊക്കെ വാങ്ങി മീൻ പിടിക്കാൻ പോയി. ഇത്തവണ അവൻ തടാകത്തിൻ്റെ കരയിൽ ചെന്ന് വലയെറിയാൻ തുടങ്ങിയപ്പോഴേ ഒരു കുതിര വരുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ മറ്റൊരു മനുഷ്യൻ, അന്ന് വന്ന മനുഷ്യനേക്കാളും കുറച്ചുകൂടെ പ്രായം കൂടിയ ഒരാൾ കുതിരപ്പുറത്ത് വരുന്നത് കണ്ടു. അയാൾ ജൂതറിനോട് വന്ന് പറഞ്ഞു, ജൂതറെ, നീ കഴിഞ്ഞ ദിവസം ഒരാളെ തടാകത്തിന് നടുക്കോട്ട് എറിഞ്ഞല്ലോ, അയാളുടെ ജ്യേഷ്ഠനാണ് ഞാൻ, എന്നെ കൂടെ നീ ആ തടാകത്തിന് നടുക്കൊന്ന് വിട്ടുതരണം. ജൂതർ പറഞ്ഞു, അന്ന് പോയ ആൾ തിരിച്ചു വന്നില്ലല്ലോ. അപ്പോൾ അയാളുടെ ജ്യേഷ്ഠൻ പറഞ്ഞു, അവന് പറ്റിയ പരാജയം എനിക്ക് പറ്റില്ല, എന്നെ ഒന്ന് വിടാം, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ കരീമിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, നിനക്ക് വേണ്ട പ്രതിഫലം കരീം തന്നോളും. അങ്ങനെ ജൂതർ അന്നും തൻ്റെ വല കൊണ്ട് വലിയൊരു ഊഞ്ഞാലുണ്ടാക്കി ഈ വന്ന മനുഷ്യനെ അതിനുള്ളിലിരുത്തി ആട്ടി തടാകത്തിൻ്റെ നടുക്ക് വീഴിച്ചു. അയാളും കുറേ നേരം നോക്കി നിന്നിട്ടും പൊങ്ങി വന്നില്ല. അപ്പോൾ ജൂതർ കരീം എന്ന് പറയുന്ന കച്ചവടക്കാരൻ്റെ അടുത്തെത്തി. അപ്പോൾ കരീം പറഞ്ഞു, അത്യാഗ്രഹികൾക്ക് ഇതൊക്കെ തന്നെയുള്ള പ്രതിഫലം, നിനക്കുള്ള പ്രതിഫലം ഞാൻ തന്നേക്കാം. അങ്ങനെ വീണ്ടും ഒരു കിഴി നാണയങ്ങൾ ജൂതർക്ക് കൊടുത്തു. ജൂതർ വലയുമായിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന അവൻ്റെ സഹോദരന്മാരായ വാസിമും കാസിമും കണ്ടിരുന്നു. അവരുടൻ തന്നെ ഇവൻ്റെ പിന്നാലെ പോയി. ജൂതർ അറിയാതിരിക്കാൻ വേണ്ടി കുറേ പിന്നാലെയാണ് അവർ ജൂതറിനെ പിന്തുടർന്നത്. അതുകൊണ്ട് മന്ത്രവാദിയുടെ ജ്യേഷ്ഠൻ ജൂതറിനോട് എന്താണ് പറഞ്ഞത് എന്ന് അവർക്ക് കേൾക്കാൻ പറ്റിയില്ല. ജൂതർ ഊഞ്ഞാലൊക്കെ കിട്ടുന്ന കണ്ടപ്പോൾ എന്താണ് ഇവൻ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു പുന്തക്കാടിനുള്ളിൽ ഒളിച്ചിരുന്നെങ്കിലും അവരുടെ കാൽമുട്ട് വരെ ചെളിയിൽ പൂണ്ടുപോയിരുന്നു. പുല്ലുകൾക്കിടയിലേക്ക് വീണുപോയ അവർക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കാണാൻ പറ്റിയിരുന്നില്ല. അവസാനം ചെളിയൊക്കെ കഴുകി ഇവർ വീട്ടിലെത്തിയപ്പോൾ ജൂതർ ഒരുപാട് പണവുമായിട്ട് വന്നിരിക്കുന്നു. ജൂതറിൻ്റെ വീട്ടിൽ നിറയെ പലഹാരങ്ങൾ. ജൂതറും അമ്മയും കൂടെ വാസിമിനെയും കാസിമിനെയും വീട്ടിൽ വന്ന് വിളിച്ചു. അവിടെ കൊണ്ടുപോയി വയറ് നിറയെ പലഹാരങ്ങൾ കൊടുത്തു. അതോടെ ഇവർക്ക് രണ്ടുപേർക്കും അസൂയ അടക്കാൻ വയ്യാതായി. എവിടെ നിന്നാണ് ജൂതറിനെ ഈ പണം കിട്ടുന്നതെന്ന് ഇവർക്ക് അറിയാതെ വയ്യ. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ജൂതർ വലയും എടുത്ത് തടാകത്തിൻ്റെ കരയിലേക്ക് പോയി. ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. അങ്ങനെ അവൻ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കുതിരക്കുടമ്പടി ശബ്ദം കേട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടി പ്രായമുള്ള വൃദ്ധനായ ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് വരുന്നത് കണ്ടു. അയാൾ പറഞ്ഞു, ജൂതറെ, എൻ്റെ അനുജന്മാരോട് ചെയ്തത് നീ എനിക്കൂടെ ചെയ്തു തരാമോ? ജൂതർ ചോദിച്ചു, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്നെ എങ്ങനെ അറിയാം? അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് നിന്നെ നേരത്തെ അറിയാം, നിന്നെ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. നിനക്കറിയാൻ വയ്യാത്ത ഒരുപാട് ശക്തികളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ കാണാൻ വന്നത്. എൻ്റെ 2 അനുജന്മാരും കുളത്തിനുള്ളിലേക്ക് പോയി തിരിച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവരെയും നോക്കണം, അവിടെയുള്ള മറ്റൊരു കാര്യം കണ്ടുപിടിക്കുകയും വേണം. അതുകൊണ്ട് നീ എന്നെ തടാകത്തിന് നടുക്കോട്ടൊന്ന് അയച്ചു തരണം. ഇത്തവണയും വാസിമും കാസിമും ജൂതറിൻ്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരൊരു പനയുടെ മുകളിലാണ് കയറിയിരുന്നത്. പക്ഷേ വൃദ്ധനെ വലയുടെ ഊഞ്ഞാലുണ്ടാക്കി ജൂതർ തടാകത്തിന് നടുക്കോട്ട് തള്ളിവിടുന്ന സമയമായപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഈ പനയിൽ നിന്ന് ഊർന്ന് താഴെ വീണ് പോയിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അവർക്ക് കാണാൻ പറ്റിയില്ല. എന്തായാലും വൃദ്ധൻ തടാകത്തിന് നടുക്ക് പോയി മുങ്ങിപ്പോയി. അയാളും ജൂതറിനോട് കരീമിൻ്റെ അടുത്ത് പോയി പ്രതിഫലം വാങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ജൂതറിനെന്തോ എന്താണ് തടാകത്തിനുള്ളിൽ നടക്കുന്നതെന്ന് അറിയാനൊരാഗ്രഹം തോന്നി. അതുകൊണ്ട് കരീമിൻ്റെ അടുത്തേക്ക് പോകാതെ അവൻ തടാകത്തിനുള്ളിലേക്കാണ് പോയത്. അവൻ തടാകത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വെള്ളത്തിനടിയിൽ മുങ്ങി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വലിയ 2 ഞണ്ടുകൾ, മനുഷ്യനോളം വലിപ്പമുള്ള വലിയ ഞണ്ടുകളുമായിട്ട് ഈ വൃദ്ധൻ പടവെട്ടുന്നത് കണ്ടു. അതും കണ്ടുകൊണ്ട് അവൻ അത്ഭുതത്തോടെ അവിടെ നിന്നുപോയി. വൃദ്ധനാണെങ്കിലും അയാൾ വളരെ നന്നായിട്ട് ഈ ഞണ്ടുകളുമായിട്ട് പടവെട്ടി. മാത്രമല്ല അയാൾക്ക് കുറേ മന്ത്രവിദ്യകളും അറിയാമായിരുന്നു. അയാളുടെ കയ്യിലൊരു മാന്ത്രിക വടിയും ഉണ്ടായിരുന്നു. ആ മാന്ത്രിക വടി കൊണ്ട് അയാൾ ആ ഞണ്ടുകളെ തോൽപ്പിച്ചു. എന്നിട്ട് 2 ഞണ്ടുകളെയും ഓരോ സ്വർണ്ണ മീനുകളാക്കി മാറ്റി ഒരു കുപ്പിക്കുള്ളിൽ അടച്ചു. എന്നിട്ട് തടാകത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു വന്നു. ജൂതറും അപ്പോൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. വൃദ്ധൻ പറഞ്ഞു, ജൂതർ, എൻ്റെ 2 സഹോദരന്മാരെയും ഈ 2 മനുഷ്യന്മാരെ കൊന്നുകളഞ്ഞു. പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് ഇവരെ കൊണ്ടൊരു കാര്യമുണ്ട്. ദൂരെ ഈജിപ്തിൽ വലിയൊരു നിധിയുണ്ട്.
ഞാൻ ആ നിധി തേടി പോവുകയാണ്. പക്ഷെ ഞാൻ വൃദ്ധനായി, എനിക്ക് അവിടെ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. അപ്പോൾ ജൂതർ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ തനിച്ചാണ്, ഞാൻ അമ്മയോട് എന്ത് പറഞ്ഞിട്ട് വരും? അപ്പോൾ വൃദ്ധൻ കുറേ സ്വർണ്ണ നാണയങ്ങൾ ജൂതറിന് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതുകൊണ്ട് അമ്മയുടെ കൊടുക്കുക, എന്നിട്ട് നീ തിരിച്ചു വരുന്നത് വരെ ഇതുകൊണ്ട് ജീവിക്കാൻ പറ, നമുക്ക് വേഗം തിരിച്ചു വരാം. അങ്ങനെ ഈ വൃദ്ധൻ പറഞ്ഞ അനുസരിച്ച് അയാൾ നൽകിയ പണവുമായിട്ട് ജൂതർ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് തൻ്റെ അമ്മയെ പണം ഏൽപ്പിച്ചിട്ട് താൻ വേഗം തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇയാൾക്കൊപ്പം കുതിരപ്പുറത്ത് കയറി അവൻ യാത്രയായി. ഈ സമയത്ത് പനയുടെ മുകളിൽ നിന്ന് താഴെ വീണ് കിടന്ന വാസിമും കാസിമും ജൂതറിനെ പിന്തുടരാൻ തീരുമാനിച്ചു. അവർ ഒരു കഴുതയെ സംഘടിപ്പിച്ച് ഈ കുതിരയുടെ കുറച്ച് പിന്നിലായിട്ട് യാത്ര തുടങ്ങി. പോകുന്ന വഴിയിൽ ജൂതറിന് വല്ലാതെ വിശന്നു. അമ്മ അവൻ്റെ കയ്യിൽ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിട്ടിരുന്നെങ്കിലും അതെല്ലാം വഴിയിൽ വെച്ച് തീർന്നുപോയി. അപ്പോൾ വൃദ്ധൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സഞ്ചിയിലേക്ക് കൈയിട്ട് എന്തോ ഒരു മന്ത്രം ചൊല്ലി. ഉടൻ തന്നെ വളരെ രുചികരമായ ഭക്ഷണം ആ സഞ്ചിയിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. ജൂതറിന് വലിയ സന്തോഷമായി. ജൂതർ ആ വൃദ്ധനോട് പറഞ്ഞു, എനിക്ക് ഈ സഞ്ചി തരാമോ, എനിക്ക് മറ്റൊന്നും വേണ്ട. ജൂതർ ഒരു വലിയ ഭക്ഷണപ്രിയനാണെന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ സന്തോഷത്തോടെ ആ സഞ്ചി അവന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കൂടെ വരാൻ പറഞ്ഞപ്പോൾ നീ എൻ്റെ കൂടെ വന്നവനില്ലേ, നിനക്കിത് തരുന്നതിന് എനിക്കൊരു വിഷമവുമില്ല. അങ്ങനെ അവർ കുറേ ദൂരെ യാത്ര ചെയ്തു. അപ്പോൾ വൃദ്ധൻ അവനോട് പറഞ്ഞു, നോക്കൂ, ഒരു രാവും പകലും നമ്മൾ യാത്ര ചെയ്തു, നമ്മൾ ഭൂമിയുടെ മറുകര എത്തിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു സാധാരണ കുതിരപ്പുറത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത്ര ദൂരം എത്തില്ല. ഈ കുതിരയ്ക്ക് മിന്നൽ വേഗതയാണ്, നീ അത് അറിയാത്തത് കൊണ്ടാണ്. കാസിമും വാസിമും ആണെങ്കിൽ അവരുടെ കഴുതപ്പുറത്ത് എങ്ങും എത്തിയിട്ടില്ല, ദൂരെ എവിടെയോ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോഴും വിശന്നും തളർന്നും ക്ഷീണിച്ചോ അവരങ്ങനെ വരികയാണ്. എന്തായാലും ജൂതറിനെയും കൊണ്ട് ഈ വൃദ്ധൻ ഒരു വലിയ നദിയുടെ കരയിലെത്തി. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഈ നദി നോക്കൂ, ഈ നദിക്കടുത്ത് എവിടെയോ ആണ് ഈ നിധി ഇരിക്കുന്ന കൊട്ടാരം, അതെവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വൃദ്ധൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പി അവിടെ ഇട്ട് ഉടച്ചു. അതിനുള്ളിൽ നിന്നും വലിയ ഞണ്ട് മനുഷ്യർ അപ്പോൾ തന്നെ പുറത്തു വന്നു. അവരിപ്പോൾ ആ വൃദ്ധ മന്ത്രവാദിയുടെ അടിമകളാണ്. അവർ വൃദ്ധനോട് ചോദിച്ചു, അങ്ങൊന്ന് എന്ത് വേണം പറയൂ. വൃദ്ധൻ പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കുകയാണ്, നിങ്ങൾ ഈ നദിയിലേക്ക് പൊക്കോളൂ. പക്ഷേ പകരം എനിക്ക് ഈ നിധി ഇരിക്കുന്ന കൊട്ടാരം കാണിച്ചു തരണം. അപ്പോൾ ഞണ്ട് മനുഷ്യർ പറഞ്ഞു, നിധി ഇരിക്കുന്ന കൊട്ടാരം ഇവിടെ തന്നെയാണ്, ഈ നദിയുടെ അടിയിലാണ്. ഏതെങ്കിലും ഒരു വെളുത്തവാവിൻ ദിവസം ജൂതർ എന്ന പേരുള്ള ഒരു യുവാവ് വന്നിട്ട് ഈ നദിയോട് പിൻവാങ്ങാൻ പറയണം. അപ്പോൾ നദി തൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് പിൻവാങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ആ കൊട്ടാരം കാണാറാവും. പിറ്റേന്ന് രാവിലെ തന്നെ നദി പഴയതുപോലെ ആവുകയും ചെയ്യും. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, അത് നിങ്ങൾ പേടിക്കണേ, എൻ്റെ കൂടെയുള്ള ഈ യുവാവാണ് ജൂതർ, ഞങ്ങൾ നദിയെ പിന്നോട്ട് വാങ്ങിച്ച് ഈ കൊട്ടാരത്തിൽ കയറിക്കൊള്ളാം, നിങ്ങൾ പൊയ്ക്കൊള്ളൂ. അങ്ങനെ രണ്ട് ഞണ്ടുകളെ ആ വൃദ്ധൻ നദിയിലേക്ക് ഇറക്കി വിട്ടു. എന്നിട്ട് അവർ രാത്രി അവൻ കാത്തിരുന്നു. രാത്രിയായി, നല്ല നിലാവുദിച്ചു. വെളുത്തവാവാണ്. ജൂതർ നദിയോട് പറഞ്ഞു, നദി നദി, നീ നിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് കുറച്ചു നേരത്തേക്ക് ഒന്ന് മടങ്ങിപ്പോവൂ. നദി ഉടൻ തന്നെ പിന്നോട്ട് വാങ്ങി. നദി ഇരുന്ന സ്ഥലത്ത് വിശാലമായൊരു മൈതാനം പ്രത്യക്ഷപ്പെട്ടു. ആ മൈതാനത്തിന് നടുക്ക് കണ്ണഞ്ചിക്കുന്ന ഒരു കൊട്ടാരമുണ്ടായിരുന്നു. വൃദ്ധൻ പറഞ്ഞു, ജൂതർ, നീ ആ കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി ആ നിധി കണ്ടുപിടിച്ചുകൊണ്ട് വാ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ ഒരുപാട് പ്രതിസന്ധികൾ നിനക്ക് നേരിടേണ്ടി വരും. നീ ഒരു ധൈര്യമുള്ള കുട്ടിയാണ്, ഒട്ടും പേടിക്കാതെ നീ ആ പ്രതിസന്ധികളെ നേരിടണം. മാത്രമല്ല, നിന്നെ കെണിയിൽ വീഴ്ത്താൻ ചില ചതിക്കുഴികളോടുണ്ടായിരിക്കും. ആ ചതിക്കുഴികളിലൊന്നും നീ വീഴരുത്. ജൂതർ സമ്മതിച്ചു. അങ്ങനെ അവൻ പതുക്കെ ആ മൈതാനത്തിന് നടുക്കുണ്ടായിരുന്ന കൊട്ടാരത്തിനടുത്തേക്ക് ചെന്നു. വാതിലിൽ മുട്ടി. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ആരാണ് എന്നാരോ ചോദിച്ചു. ജൂതർ പറഞ്ഞു, ഞാൻ ജൂതർ എന്ന ബാലനാണ്. ഉടൻ തന്നെ ആ വാതിൽ തുറക്കപ്പെട്ടു. ആ വാതിലിനപ്പുറത്ത് വാൾ പിടിച്ച ഒരു സൈനികനായിരുന്നു നിന്നിരുന്നത്. സൈനികൻ പറഞ്ഞു, നീ ജൂതറാണ് എങ്കിൽ നിൻ്റെ തല കുനിക്കൂ, ഞാൻ നിൻ്റെ തല വെട്ടിമാറ്റട്ടെ. ജൂതർ പേടിച്ചു പോയി. പക്ഷെ അവൻ ആ പേടി പുറത്ത് കാണിച്ചില്ല. വൃദ്ധൻ തന്നോട് പറഞ്ഞിരുന്നത് ഒട്ടും പേടിക്കാതെ പ്രതിസന്ധികളെ നേരിടണമെന്നല്ലേ. ജൂതർ എന്നു പേരുള്ള തനിക്ക് ഇതിനുള്ള ശക്തിയുണ്ട് എന്ന് ആ വൃദ്ധൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തനിക്കതിന് കഴിയും എന്ന് ഉറപ്പിച്ച് അവൻ തൻ്റെ തല ആ വാള് പിടിച്ച സൈനികൻ്റെ മുന്നിലേക്ക് നീട്ടിക്കൊടുത്തു. അതോടെ അയാൾ അപ്രത്യക്ഷനായി. ജൂതർ വീണ്ടും മുന്നോട്ട് നടന്നു. അടുത്ത വാതിലിനടുത്തെത്തി. അപ്പോൾ അവിടെ കുന്തവും പിടിച്ച ഒരു സൈനികൻ നിൽപ്പുണ്ടായിരുന്നു. സൈനികൻ ചോദിച്ചു, നീ ആരാ? ജൂതർ പറഞ്ഞു, ഞാനാണ് ജൂതർ. അപ്പോൾ ആ സൈനികൻ പറഞ്ഞു, നീ ജൂതറാണെങ്കിൽ ഇങ്ങോട്ട് നിൽക്കൂ, ഞാൻ നിന്നെ നെഞ്ചു കുത്തി കീറട്ടെ. ജൂതറെ ഒട്ടും പേടിക്കാതെ അയാളുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അതോടെ അയാളും അപ്രത്യക്ഷനായി. ആ വാതിൽ അവന് വേണ്ടി തുറന്നു കിട്ടി. അവൻ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ വലിയൊരു പടയാളി ഒരു ചുറ്റിയും കൊണ്ട് നിൽക്കുന്നത് കണ്ടു.
അയാൾ ജൂതറിനോട് ചോദിച്ചു, നീ ആരാണ്? ജൂതർ പറഞ്ഞു, ഞാനാണ് ജൂതർ. ശരി, ഇങ്ങോട്ട് വരൂ, ഞാൻ നിന്റെ തല വെട്ടിപ്പുളർക്കട്ടെ. ജൂതറെ ഒട്ടും പേടിക്കാതെ അയാളുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അതോടെ അയാൾ അപ്രത്യക്ഷനാവുകയും അവിടെ വലിയൊരു വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. ജൂതർ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ അവിടെ വളരെ സുന്ദരിയായ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. അവരെ കണ്ടാൽ ജൂതറിൻ്റെ അമ്മയെപ്പോലെ തന്നെ ഇരിക്കുമായിരുന്നു. വളരെ രുചിയേറിയ പലഹാരങ്ങൾ ഉണ്ടാക്കി നിരത്തി വെച്ചിരിക്കുകയായിരുന്നു ആ സ്ത്രീ. അവർ ചോദിച്ചു, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ ജൂതറാണ്. അപ്പോൾ അവർ പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അത് നോക്ക്, നിനക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ ഇതൊക്കെ തിന്നിട്ട് പോ. ജൂതർ പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് പലഹാരങ്ങളൊന്നും വേണ്ട. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നീ എന്നെ അമ്മയായിട്ട് കണ്ടാൽ മതി, നിൻ്റെ അമ്മയെപ്പോലെയല്ലേ ഞാൻ. നോക്ക്, നിനക്ക് വേണ്ടി എന്തെല്ലാം പലഹാരങ്ങളാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് വളരെ മധുരമുള്ള ഒരു അപ്പം അവരെടുത്ത് ജൂതറിന് നേരെ നീട്ടി. സ്വതവേ കൊതിയനായ ജൂതറിന് ഇത്തവണ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവന് ആ പലഹാരം കയ്യിൽ വാങ്ങിയതും ആ പലഹാരം പെട്ടെന്ന് ഒരു പാമ്പായി മാറി അവനെ ചുറ്റി വരിഞ്ഞു. പെട്ടെന്ന് നദിയിലെ ജലം ഒഴുകി വരുന്ന ശബ്ദം അവൻ കേട്ടു. ഉത്ഭവസ്ഥാനത്ത് നിന്ന് നദി തിരിച്ചു വന്ന് ആ കൊട്ടാരം മുഴുവൻ മുങ്ങിപ്പോയി. പാമ്പിൻ്റെ പിടിയിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട അവൻ നീന്തി കരയ്ക്ക് കയറി. വൃദ്ധനായ മന്ത്രവാദി നിരാശയോടെ അവനോട് പറഞ്ഞു, നീ നമ്മുടെ അവസരം നഷ്ടപ്പെടുത്തി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു ചതിക്കുഴിയിലും വീഴരുതെന്ന്. ജൂതർ പറഞ്ഞു, അപ്പൂപ്പാ, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇത്തവണ എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ വൃദ്ധൻ അവനോട് പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്ത് നമുക്കിനി 28 ദിവസം ഇവിടെ കാത്തിരിക്കാം. അടുത്ത വെളുത്തവാവിന് നമുക്കൊരു തവണ കൂടി പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ കാത്തിരുന്നു. ഒരു ചെറിയ കൂടാരമൊക്കെ കെട്ടി അവരവിടെ താമസിക്കാൻ തുടങ്ങി. ഈ സമയത്ത് കാസിമും വാസിമും ഒരു വിധത്തിൽ കഴുതപ്പുറത്ത് കയറി അവിടെ എത്തി. കുറച്ച് ദൂരെ നിന്ന് അവർ ഒരു ചെറിയ കൂടാരം കണ്ടു. അവിടെ നിന്ന് നല്ല പലഹാരത്തിൻ്റെ മണം വന്നപ്പോഴേ അവിടെ ജൂതറുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്തായാലും അവർ അടുത്തേക്ക് വന്നില്ല. എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ദൂരെ നിന്നതേ ഉള്ളൂ. അന്ന് വെളുത്തവാവായിരുന്നു. രാത്രിയായി. ജൂതർ നദിയുടെ കരയിൽ ചെന്ന് നദിയോട് പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടു. നദി പിൻവാങ്ങി. അവൻ പഴയതുപോലെ കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. അവൻ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയതിൻ്റെ പിന്നാലെ കാസിമും വാസിമും ചെന്നു. വാതിലിൽ മുട്ടി. ആരാണ് എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ കാസിമാണ് വാസിമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും വാതിൽ തുറന്നു കൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് കൊട്ടാരത്തിനുള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. അവർ കൊട്ടാരത്തിന് പുറത്ത് ഒരു പാറയുടെ അടുത്ത് ജൂതർ തിരിച്ചു വരുന്നതും കാത്തിരുന്നു. അങ്ങനെ ജൂതർ കൊട്ടാരത്തിനുള്ളിൽ കയറി പഴയ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്തു. ഇത്തവണ ആ സ്ത്രീ എത്ര നിർബന്ധിച്ചിട്ടും അവനൊരു പലഹാരം പോലും വാങ്ങാൻ തയ്യാറായില്ല. അവൻ വീണ്ടും മുന്നോട്ട് നടന്നതേ ഉള്ളൂ. അതോടെ അവിടെ വലിയൊരു വാതിൽ തുറക്കപ്പെടുകയും അതിനൊരു കൂമ്പാരമായി കിടക്കുന്ന നിധി അവൻ കാണുകയും ചെയ്തു. അവന് ആ നിധി മുഴുവൻ വലിയ ചാക്കുകൾക്കുള്ളിൽ വാരിക്കെട്ടി കരയിലേക്ക് ഓരോ ചാക്കുകളായിട്ട് വലിച്ചു കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തു. വൃദ്ധന് വലിയ സന്തോഷമായി. ഏറ്റവും അവസാനം അവിടെ ഒരു ചെറിയ മോതിരവും ഒരു ചെറിയ വാളും ഉണ്ടായിരുന്നു. അത് രണ്ടും എടുത്തുകൊണ്ട് ജൂതർ തിരിച്ചു വന്നു. അപ്പോഴേക്ക് നേരം വെളുത്തു. നദി പഴയതുപോലെ ഒഴുകി കൊട്ടാരം മുങ്ങി. വൃദ്ധൻ പറഞ്ഞു, എനിക്ക് ആവശ്യത്തിന് നിധി കിട്ടിക്കഴിഞ്ഞു, നമുക്കിനി പിരിയാം. നിനക്ക് എന്താണോ വേണ്ടത് നീ എടുത്തോളൂ. ജൂതർ പറഞ്ഞു, എനിക്കിനി അധികം ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ ഈ പലഹാരം ഉണ്ടാക്കുന്ന സഞ്ചി എനിക്ക് തന്നല്ലോ, ഇതുകൊണ്ട് ഞാനും അമ്മ ഇനിയുള്ള കാലം സന്തോഷമായി ജീവിച്ചോളാം. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, അത് മാത്രമല്ല, നോക്ക്, നീ കൊണ്ടുവന്ന ഈ മോതിരമുണ്ടല്ലോ, ഇത് വളരെ വിശേഷപ്പെട്ടൊരു മോതിരമാണ്. ഈ മോതിരം ഇട്ടാൽ ഭാഗ്യം നിന്നെ തേടി വരും. മാത്രമല്ല, ഈ വാളുകൊണ്ട് നിനക്ക് ഏത് ശത്രുക്കളെ വേണമെങ്കിലും വകവരുത്താൻ പറ്റും. ഇതൊക്കെ പോരാഞ്ഞിട്ട് ഒരു വലിയ സഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങളും വൃദ്ധൻ ജൂതറിന് കൊടുത്തു. എന്തായാലും അന്ന് രാത്രി കൂടെ ആ കൂടാരത്തിൽ തങ്ങി പിറ്റേന്ന് രാവിലെ പരസ്പരം പിരിഞ്ഞ് 2 ദിക്കിലേക്ക് പോകാം എന്ന് വൃദ്ധനും ജൂതറും തീരുമാനിച്ചു. രാത്രിയായി. കാസിമും വാസിമും കൂടെ പമ്മി കൂടാരത്തിൽ കയറി കിട്ടാവുന്നിടത്തോളം സ്വർണം കൈക്കലാക്കി. പോകാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന മോതിരവും അവർ എടുത്തു. ആ വിശിഷ്ടമായ മോതിരവും ആ സ്വർണവും എടുത്തുകൊണ്ട് കുറച്ച് ദൂരമെത്തിയ അവരിലെ കാസിം കാണാതെ ആ മോതിരം കൈക്കലാക്കി ഒരു പാറയ്ക്ക് മറഞ്ഞിരുന്നുകൊണ്ട് ആ മോതിരം കയ്യിലിട്ടു. പെട്ടെന്ന് അവനൊരു ഇത്തിരി കുഞ്ഞനായിട്ട് മാറി. അവൻ എത്ര ഉറക്കം നിലവിളിച്ചിട്ടും ആരും അവൻ്റെ നിലവിളി കേട്ടതേയില്ല. കാരണം അവൻ അത്രയ്ക്ക് ചെറുതായി പോയിരുന്നു. അവനെ കാണാതെ അവനെ തിരഞ്ഞു വന്ന കാസിം അവിടെ കിടന്ന മോതിരം എടുത്ത് സ്വന്തം കയ്യിലിട്ട് നോക്കി. അവനും ഒരിത്തിരി കുഞ്ഞനായിട്ട് മാറി. ആ മോതിരം വലത് കയ്യിൽ ഇടാൻ പാടില്ലായിരുന്നു. അതറിയാതെയാണ് കാസിമും വാസിമും അത് ഇടത് കയ്യിലിട്ടത്. അങ്ങനെയാണ് അവരിത്തിരി കുഞ്ഞന്മാരായി പോയത്. പിറ്റേന്ന് രാവിലെ വൃദ്ധനും ജൂതറും ഉണർന്നു. മോതിരം അവിടെയൊക്കെ നോക്കിയിട്ട് അവർക്ക് കിട്ടിയില്ല. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് അവരുടെ സ്വർണ്ണമൊക്കെ എടുത്ത് അവരവിടുന്ന് പോകാൻ നേരത്ത് വൃദ്ധൻ ആ കുതിരയെ കൂടി
ജൂതറിന് കൊടുത്തു. അങ്ങനെ ആ കുതിരപ്പുറത്ത് കയറി തൻ്റെ പലഹാരമുണ്ടാക്കുന്ന സഞ്ചിയും കുറേ സ്വർണവും ഒക്കെ ആയിട്ട് ജൂതർ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവനും അമ്മയും കൂടെ പലഹാര കച്ചവടം നടത്തി പിന്നീടുള്ള കാലം സുഖമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.